എനിക്ക് റീജൻ കെയറുമായിട്ട് ക്ലോസ് ടു 2 ഇയേഴ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് ഉള്ളത്. റീജൻ കെയർ എന്ന് പറയുമ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ. നമ്മൾ പൊതുവേ കാണുന്ന മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് ഒരു അസുഖം വരുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് തരുന്നു, നമ്മൾ മരുന്ന് കഴിക്കുന്നു, ബെറ്റർ ആകുന്നു. ബട്ട് റീജനറേറ്റീവ് മെഡിസിൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ് സംതിങ് വെയർ യു ടേക്ക് വാട്ട് എവർ ഇസ് ദെയർ ഇൻ യുവർ ബോഡി, പുട്ട് ഇറ്റ് ഇൻ എ ലിറ്റിൽ ബിറ്റ് മോർ മെഡിസിൻ ആൻഡ് ദെൻ യു റീജനറേറ്റ് യുവർ ബോഡി ഓർ ക്രിയേറ്റ് തിങ്സ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി വിച്ച് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ കൊളാജൻ കുറയുവാണ്, ഒരു മരുന്ന് കഴിച്ച് ആന്റിബയോട്ടിക് കഴിച്ചത് മാറ്റുന്നതിനേക്കാൾ പകരം ആന്റിബോഡീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണെന്നാണ് ഞാൻ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയത്. ഒരു സാധാരണ ഒരു ലേമാന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്. റീജനറേറ്റീവിന്റെ ഓർത്തുമാണ് ഡോക്ടർ വിനീത് താഴെ നോക്കുന്നത്. എൻ്റെ പല ഇഞ്ചറീസും, എനിക്ക് ഒന്ന് കാലിന് മുട്ടിന്റെ ഇഞ്ചറി, ഞാൻ വീണതും ഒക്കെ എനിക്ക് ഒരുപാട് ഡിഫറൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതിലും കൂടുതൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ റീജനറേറ്റീവ് ഡെർമറ്റോളജിനെ കുറിച്ചാണ്. കാരണം ഇപ്പം ഈ ഇടയായിട്ട് ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയിൽ പോയായിരുന്നു, വേർ ഐ ഹാഡ് ടു ലൂസ് 15 kilos in 6 months. അപ്പം അത് ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസ് ആണ്. 6 months ആണെന്ന് പറഞ്ഞാൽ പോലും അത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു വെയിറ്റ് ലോസ് ആണ്. എസ്പെഷ്യലി നമ്മുടെ ഫേസിലൊക്കെ ഏറ്റവും കൂടുതൽ യുവത്വം തോന്നുന്നത് ഇസ് വെൻ യു ഹാവ് കൊളാജൻ ഓർ ലിറ്റിൽ ബിറ്റ് ഫാറ്റ് ഇൻ യുവർ ഫേസ്. സഡൻലി അത് പോകുമ്പോൾ നമ്മൾ സ്കിൻ സാഗ് ആവാം, ഡൾ ആവാം, ഹെയറിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, ഹെയർ ലോസ്, ബിക്കോസ് യു ആർ ലൂസിങ് എ ലോട്ട് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം യുവർ ബോഡി. നമ്മൾ ഡയറ്റ് ഭയങ്കരമായിട്ട് മാറുമ്പോൾ ഈ ഒരു സൈക്കിളിൽ എൻ്റെ ഹെയർ ആൻഡ് സ്കിന്നിൻ്റെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്സ് എനിക്ക് കൊടുക്കാനുള്ള ഡോക്ടർ അശ്വതിക്കാണ്. ഞാൻ അച്ചു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു പേഷ്യന്റ് ഡോക്ടർ റിലേഷൻഷിപ്പിൽ നിന്നും ഇത്രയും എനിക്ക് അച്ചു എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് മാറിയത് ബിക്കോസ് ദ വേ ഷീ ട്രീറ്റ്സ് ഹർ പേഷ്യൻസ്. ഷീ ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് എ തെറാപ്പിസ്റ്റ് ടു. കാരണം അശ്വതിയാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് ഹൗ മച്ച് ഓഫ് സൈക്കോളജി ഈസ് ഓൾസോ ഇൻവോൾവ് വിത്ത് യുവർ സ്കിൻ ഹെൽത്ത് ആൻഡ് യുവർ ഹെയർ ഹെൽത്ത് എന്നുള്ളത്. ഹൗ മച്ച് യുവർ മെന്റൽ ഹെൽത്ത് എഫക്ട്സ് യുവർ ബോഡി ആൻഡ് സ്കിൻ. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നേരെ വന്ന് ഇതാണോ ആക്നെയാണോ പ്രശ്നം, എന്നാൽ പിന്നെ നിങ്ങൾ ഈ മരുന്ന് യൂസ് ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതിനൊരു ഫുൾ സൈക്കിളായിട്ട് വാട്ട് ഓൾ ക്യാൻ യു ടാർഗറ്റ്, ബി ഇറ്റ് ദ പേഷ്യൻസ് മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ദ ഡയറ്റ്, ദ വർക്ക്ഔട്ട്, എല്ലാ പ്ലാനും. അതുകൊണ്ട് തന്നെ അശ്വതിയുടെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ വന്ന 1/2 മണിക്കൂർ ഗോസ് ഫോർ ഈച്ച് പേഷ്യന്റ്, വിച്ച് ഐ എം വെരി പ്രൗഡ് ഓഫ്. ആൻഡ് ജനറലി നമ്മൾ കാണുന്ന ഒരു കോസ്മെറ്റോളജി ഏരിയയിൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സാധാരണ ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്കിൻ കെയറിൽ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡഡ് അല്ലാതെ പോകുന്ന ഒരു ക്ലിനിക്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ടാണ് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. ഇത് മറ്റേ ചന്ദ്രിക സൂപ്പിൽ എൻ്റെ ഫ്രണ്ട് റിയജ് സജസ്റ്റ് ചെയ്ത പോലെ എന്നൊക്കെ തോന്നുമെങ്കിലും എനിക്ക് മറ്റേ ജെനുവിൻലി എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് രജിഷ നീ എങ്ങോട്ടാണ് ഞങ്ങൾ വിട്ടത്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഭയങ്കര കത്തിയാന്ന് പറയരുതെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഷുഡ് ഗെറ്റ് എ റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പലരെയും വിട്ടത്. ആൻഡ് ദേ ഹാവ് ഓൾ ബിക്കം ഹെർ പേഷ്യൻസ് ആൻഡ് ദെൻ ഇൻ ടേൺ ദേ ബ്രിങ് പീപ്പിൾ ബിക്കോസ് ദർ ഇസ് ഗുഡ് വേർഡ് ഓഫ് മൗത്ത്. ഒരു നല്ല സിനിമയ്ക്ക് വേർഡ് ഓഫ് മൗത്ത് കാരണം ആ സിനിമ വർക്ക് ആവുന്നത് പോലെയാണ് എനിക്കിപ്പം റീജൻ കെയറിൻ്റെ ഗ്രോത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ജെനുവിൻ പേഷ്യൻസ് ഹു ടെൽ അതർ പേഷ്യൻസ് ദാറ്റ് ദിസ് വർക്ക്സ് ഇസ് വാട്ട് ടേക്കിംഗ് ദം ഇൻ ടു ഗ്രേറ്റർ ഹൈറ്റ്.